കൊല്ലം എന്ന് പറഞ്ഞാൽ കോർപ്പറേഷൻ രൂപീകൃതമായ സമയം മുതൽ ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുന്ന ഒരു കോർപ്പറേഷനാണ്, ഒരു നഗരസഭയാണ്. അതൊരു പോരായ്മ തന്നെയാണ്. അതെ അതെ, എന്ന് എതിർ പാർട്ടിക്കാർ പറയുമെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ ജനങ്ങൾ ഇടതുപക്ഷത്തിൽ അർപ്പിച്ച വിശ്വാസം പൂർണ്ണമായും തിരിച്ചു നൽകാൻ ഇടതുപക്ഷത്തിന് സാധിച്ചിട്ടുണ്ട്. ഈ അറിവ് എവിടുന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. നമ്മുടെ കോർപ്പറേഷൻ തന്നെ സ്വന്തമായി IT പാർക്ക് തുടങ്ങുകയും സ്കിൽടെക് ദീപങ്ങൾ പോലെയുള്ള പദ്ധതികൾ ചെറുപ്പത്തിന് നൽകുകയും തൊഴിൽ മേള സംഘടിപ്പിച്ചുകൊണ്ട് തൊഴിലവസരങ്ങൾ ചെറുപ്പത്തിന് കൊടുക്കുകയും. എന്തിന് റിസർവ് ബാങ്ക് വരെ ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. 3 എണ്ണം. റിസർവ് ബാങ്ക് ആണോ 3 എണ്ണം? അതെ, ഇപ്പൊ 2 എണ്ണം പുതുതായിട്ട് ചെയ്യാൻ പോകുന്നു. ഒന്ന് നെടുമങ്ങാട്, ഒന്ന് കാക്കനാട്. ടൗൺ ഹാൾ നവീകരണത്തിൽ 1,97,00,000 രൂപയുടെ കരാർ ടെൻഡർ വിളിക്കാതെ ഒരു കമ്പനിക്ക് നൽകി എന്നുള്ള വളരെ വലിയ ഒരു ഗുരുതരമായ അഴിമതി. അങ്ങനെ യാതൊരു ആക്ഷേപവും കൊല്ലം നഗരസഭയെ സംബന്ധിച്ചില്ല. വസ്തുതാപരമായ രേഖ വെച്ചിട്ടുള്ള കാര്യമാണ്. ശരി, എനിക്ക് അത്ഭുതം തോന്നുന്നുണ്ട്. കാരണം ഇദ്ദേഹം BJPയുടെ പ്രവർത്തകനായി കുറച്ചധികം നാളായി ഇവിടെയുണ്ട്. എന്നിട്ട് ഒരു വിജിലൻസ് കേസ് കൊടുത്തിരുന്നെങ്കിൽ ഒരു വിജിലൻസ് കേസ് കൊടുത്തിരുന്നെങ്കിൽ ഈ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ലായിരുന്നു. ഒരു വിജിലൻസ് കേസ് കൊടുക്കാൻ എന്തായിരുന്നു തടസ്സം? പിണറായി വിജയന്റെ വിജിലൻസിനെയാണോ ഞങ്ങൾ വിശ്വസിക്കേണ്ടത്? അതല്ല ഉദ്ദേശം. ഞാൻ മാറി. പാലക്കാട് തൊട്ട് തുടങ്ങിയ തന്ത്രമാണ്. പാലക്കാട് അവരുടെ ജില്ലാ പ്രസിഡന്റ് ഇറങ്ങി വന്ന് ചൗക്കുറ്റി കടിക്കുക ചെയ്യുന്നത്, തള്ളുക ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു തന്ത്രം BJPയുടെ കായികമായി ആക്രമിക്കാവുന്ന തന്ത്ര കയ്യിലിരിക്കുക. പ്രതിരോധിക്കാനും അറിയാം. കുറെ നാളായി പൊതുപ്രവർത്തന രംഗത്ത് നിങ്ങൾ ഈ പറഞ്ഞ ആരോപണം, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ ഞങ്ങൾ തുറന്ന മനസ്സോടുകൂടി പറയുകയാണ്, നിങ്ങൾക്കത് നിയമപരമായി നേരിടാം. ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ്. നിങ്ങൾക്ക് കാണണോ? കാണാം, കണ്ടോളൂ. ചാനൽ ചർച്ചയാണെന്ന് പറഞ്ഞിട്ട് പോന്നെയല്ല നിയമ പോരാട്ടം. നിങ്ങൾ നിയമ പോരാട്ടം നടത്ത്, ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. കൊല്ലം ഫെസ്റ്റിന്റെ ഓഡിറ്റിംഗിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം. എന്തുവാ? നിങ്ങളൊരു കുതിരയെ കൊണ്ടുവന്നു. എങ്ങനെ നിങ്ങൾ കുതിരയെ കൊണ്ടുവന്നത്? ഒരു ബൈക്കിന്റെ പുറകിൽ കുതിരയെ കൊണ്ടുവന്നത് ഓഡിറ്റ് റിപ്പോർട്ടുള്ള നാടായത്. എന്തോ ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ? താ കേൾക്കണത് എങ്ങനെയാ? ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ പറഞ്ഞു കൊടുക്കണം എന്നെ പറ്റി. സംസാരിച്ചപ്പോ ഞാൻ സംസാരിച്ചിട്ടില്ല. കുതിരക്കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എല്ലാ വിജിലൻസ് അന്വേഷിക്കുന്നു. എല്ലാ അന്വേഷണത്തിന്റെയും അടിസ്ഥാനത്തിൽ ഇത് പച്ചക്കള്ളമാണെന്ന് തെളിയുന്നു. പച്ചക്കള്ളമാണ്. മാലിന്യ സംസ്കരണവുമായി ലോകത്തിന് മുമ്പിൽ മാതൃകയാക്കാൻ കഴിയുന്ന തരത്തിലേക്കാണ് നമ്മുടെ ഇവിടെ കൊല്ലത്തെ ഇടപെടൽ നടത്തുന്നത്. നിങ്ങളുടെ പദ്ധതി എന്തുവാ? പാവം പിടിച്ച മനുഷ്യർ, ഒരു തങ്ങൾ കുഞ്ഞു മുസ്ലിയാര്, അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിട്ട് ഒരു പാർക്ക് പണിയിട്ടുണ്ട്. അതിനകത്തങ്ങാണ് പോയി ഇരുന്നാൽ ദൈവമേ വല്ലാത്ത അവസ്ഥയാണ്. ഇനി വേറെ സാധനമുണ്ട്, സ്ത്രീ സൗഹാർദ്ദ പാർക്ക്. ഏതെങ്കിലും സ്ത്രീകൾ കൊല്ലത്ത് നടത്തി എന്നാൽ പിന്നെ സ്ത്രീ സൗഹാർദ്ദ പാർക്ക് എന്ന് പറഞ്ഞ് സന്ദർശിക്കാൻ പോയി കഴിഞ്ഞാണല്ലോ, അവിടുന്ന് മാനാഭിമാനത്തോടെ രക്ഷോട്ട് വരാൻ പറ്റത്തില്ല. എങ്ങനെ ദൂർത്തടിക്കണം അതിനുള്ള പാർക്ക്. പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് ഇനി കൊല്ലത്ത് വേറെ പ്രത്യേകത ഉണ്ട് ഞങ്ങൾക്ക്, അതറിയാമോ? കൊല്ലത്ത് മാത്രമാണ് ഒരു സവിശേഷമായ പ്രത്യേകത ഉള്ളത്. ഒരു പാലം വന്ന് ഇങ്ങനെ നിൽക്കുക, എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. ഇവിടെ ഓലേക്കടവില് ഒരു എങ്ങോട്ട് പോകണം? ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഈ കൊച്ചുകളെ വിളിച്ചെത്തിയിട്ട് ഇവിടെ ചിത്രകലോത്സവം നടത്താം. അല്ല, മറ്റേ വഴി കാണിച്ചു കൊടുത്ത പരിപാടി പണ്ട് നമ്മൾ എഴുതുന്നത് ബാലരമയിലൊക്കെ. പാലത്തിന് വഴി കാണിക്കുക, പരിപാടി നടത്താൻ പറ്റിയ സ്ഥലമാണ് കൊല്ലം. ഈ നാട് ഇവർ കട്ടുപിടിച്ച് അഷ്ടമുടിക്കായലിന്റെ നവീകരണമാണ് ഏറ്റവും വലിയ ചിന്ത. നമ്മൾ ഇതിനെ ന്യായീകരിക്കും, കാരണം അതൊക്കെ ഭാവിയുള്ള പുതുതലമുറ രാഷ്ട്രീയ പ്രവർത്തകരാണ്. ഇവർക്ക് എപ്പോ കാശ് വേണോ അപ്പൊ ഇതെല്ലാം നവീകരിക്കും. അഷ്ടമുടിക്കായലിലേക്ക് കൊണ്ടിറക്കിയത് 8 കോടി രൂപയാ. ജനങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടേ അഴിമതി പറഞ്ഞുകൊണ്ടേയിരിക്കും. പറഞ്ഞു ജനങ്ങൾ പറഞ്ഞു ഇല്ലാത്ത കാര്യം പറഞ്ഞാൽ കൊല്ലത്തെ ജനങ്ങൾ വിശ്വസിക്കാൻ പോകില്ല. ഒരു തരി അഴിമതി നിങ്ങൾക്ക് കൊല്ലത്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല. 6 മാസം കഴിഞ്ഞ് നമ്മൾ വീണ്ടും
ഇതേ മാതൃഭൂമി ന്യൂസിൽ ശരി. ഇതേപോലെ പരിപാടി കണ്ടെത്തുമ്പോ ഇതിന് കേസ് കൊടുത്തിട്ടേ ഞാൻ ഈ ശരി, പ്ലാറ്റ്ഫോമിൽ നല്ല കാര്യം. നിയമപരമായ നടപടികൾ. അവിടെ അടുത്ത ചോദ്യം. താങ്കൾക്ക് കേസ് കൊടുക്കാം. അങ്ങനെ കേസ് കണ്ടും മിരട്ടല് കണ്ടും നിനക്ക് പ്രാന്താളാ പന്നി ഓടിക്കോ പ്രേമ പതിയെ പോടാ എനിക്ക് ദേശത്തെ വഴിയേറിയില്ല